ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ബട്ടർ പനീർ മസാലയ്ക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ അണ്ടിപ്പരിപ്പ്, ഒരു 2 വലിയ സവാള അരിഞ്ഞെടുത്തത്, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 4 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 100 ഗ്രാം ബട്ടർ, ഒരു 3 തക്കാളി അരിഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കുന്നതിനായി ഞാനിവിടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത്രയും ബട്ടർ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു 25 ഗ്രാം ബട്ടറും 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കാം. നമ്മൾ കുറച്ച് ചെറുതായി അരിഞ്ഞാൽ പെട്ടെന്ന് വേഗം നമുക്ക് നമ്മുടെ സവാള വാടി കിട്ടും. പിന്നെ എങ്ങനെ അരിഞ്ഞാലും നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കൊരു 4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതുപോലെ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സവാള കുറച്ചൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സവാള കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 3 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം നമുക്ക് അരച്ച് ചേർത്താലും മതി. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താലും മതി. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സവാളയും എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടുന്ന കാര്യം മറന്നു പോകരുത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പൊടി നന്നായി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ ഒരു പച്ചമണം മാറാനായി ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഏകദേശം ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നന്നായി തിള വന്നു തുടങ്ങി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചില്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ പൊട്ടിത്തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ പനീർ ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഗ്രേവിയൊക്കെ പനീറിലേക്ക് പിടിക്കുന്നതാണ്. പിന്നെ പനീർ ബട്ടറിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കറിയിൽ ചേർക്കുന്നവരുമുണ്ട്. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ പനീർ കറിയിലേക്ക് ചേർത്തേക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീമിന് പകരം പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ 1.5 സ്പൂൺ പാൽപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു ഡയറി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസൂരി മേത്തി. അതുപോലെ തന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാരയോ തേനോ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ പാൽപ്പൊടി ഓൾറെഡി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കറിക്ക് നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ.